സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമല്ലാത്ത വശം 4/3 സെൻറ്റിമീറ്റർ, ചുറ്റളവ് 4(2/15 സെൻറ്റിമീറ്റർ ആയാൽ തുല്യമായ വശം കാണുക. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ ഐസോസിലസ് ട്രയാങ്കിൾ. സമപാർശ്വ ത്രികോണം ഐസോസിലസ് ട്രയാങ്കിൾ. നമ്മളൊരു ഐസോസിലസ് ട്രയാങ്കിൾ വരച്ചു. സമപാർശ്വ ത്രികോണം ABC പേര് കൊടുത്തു. സമപാർശ്വം പറഞ്ഞാൽ രണ്ട് വശങ്ങൾ തുല്യം. സമപാർശ്വ ത്രികോണം രണ്ട് വശങ്ങൾ തുല്യം. അപ്പോൾ നമുക്കിവിടെ ABയും ACയും തുല്യമാണ് എടുക്കുക. ABയും ACയാണ് തുല്യം. അത് രണ്ടും നമുക്ക് X എന്നെടുക്കാം. ഇത് രണ്ടുമാണ് തുല്യവശങ്ങൾ. ചോദ്യത്തിൽ എന്താ തുല്യമല്ലാത്ത വശം തന്നിട്ടുണ്ട് 4/3. അപ്പോൾ BCയുടെ അവിടെ നമ്മൾ 4/3 ഇട്ടു. അപ്പോൾ നമ്മൾ 3 വശങ്ങളും എഴുതി. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ചുറ്റളവ്. ത്രികോണത്തിന് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? 3 വശങ്ങളും കൂട്ടുക. ത്രികോണത്തിന് ചുറ്റളവ് 3 വശങ്ങളും കൂടി കൂട്ടുക. നമ്മളെല്ലാം കൂടി കൂട്ടുക. X കൂട്ടണം 4/3. X കൂട്ടണം 4/3 സമം എന്ത് കിട്ടും? ചുറ്റളവ്. ചുറ്റളവ് എത്ര? 4(2/15). ഒരു എക്സും കൂട്ടിയാൽ 2x + 4/3 സമം 4(2/15). 2x സമം ഈ 4/3 വലത്തോട്ട് ഇടണം. 4/3 വലത്തോട്ട് ഇടുമ്പോൾ കുറയ്ക്കണം എന്നാവും. അപ്പോൾ ഈ 4(2/15) മിശ്രഭിന്നം മാറ്റുക. 4(2/15) മിക്സഡ് ഫ്രാക്ഷനാണ്. എങ്ങനെ മാറ്റുക? 4 × 15 ഗുണിക്കുക. 4 × 15 = 2 കൂട്ടുക. 62/15. എന്നിട്ട് ഈ 4/3 അങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് ആവും. -4/3. നമുക്കിവിടെ കുറയ്ക്കണമെങ്കിൽ ഛേദങ്ങൾ തുല്യമല്ല. അപ്പോൾ നമുക്ക് ഈ 3നെ 15 ആക്കാം. എങ്ങനെ? 3നെ 5 കൊണ്ട് ഗുണിച്ചാൽ 15 ആവും. 3നെ 5 കൊണ്ട് ഗുണിച്ചാൽ 15 ആവും. അപ്പോൾ 5 കൊണ്ട് നമ്മൾ മുകളിലും താഴെയും ഗുണിക്കണം. 3നെ മാത്രമായിട്ട് ഗുണിക്കരുത്, അംശത്തെയും ഛേദത്തെയും ഗുണിക്കണം. അപ്പോൾ 62/15 അങ്ങനെ ഇട്ടു. കുറയ്ക്കണം. ഇവിടെ രണ്ടോടത്തും 5 കൊണ്ട് ഗുണിച്ചു. I4 20, I3 15, 20/15. ഇപ്പോൾ ഛേദങ്ങൾ തുല്യമായി. അതുകൊണ്ട് അംശങ്ങൾ ഇനി കുറച്ചാൽ മതി. 62-ന്ന് 20 കുറച്ചാൽ 42/15. 62-ന്ന് 20 കുറച്ചാൽ 42/15. നമുക്കതിനെ 3 കൊണ്ട് വെട്ടിച്ചെടുക്കാം. 14 3 42, I3 15. 3 കൊണ്ട് വെട്ടിച്ചുരുക്കി 14/5. ഇത് 2x ആണ്. നമ്മൾ മുകൾ ഭാഗം നമുക്ക് എഴുതി വന്നിട്ട് 2x. എക്സ് എങ്ങനെ കാണുക? × 2 ഇങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ ആവും. × 2 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ ആവും. അതായത് ഛേദത്തിൻ്റെ കൂടെ എഴുതിയാൽ മതി. അപ്പോൾ x സമം 14 ഈ 5ൻ്റെ കൂടെ ആ 2 ഇട്ട് ഗുണിച്ചാൽ മതി. 14/5 × 2. നമുക്കിതിൽ വീണ്ടും 2 കൊണ്ട് പിടിച്ചെടുക്കാം. 2 കൊണ്ട്. അപ്പോൾ മുകളിൽ 7/5. 7/5 നമുക്ക് മിശ്രഭിന്നാക്കി എഴുതാം. മിശ്രഭിന്നം എങ്ങനെ? 7 എത്ര 5 ഉണ്ട്? ഒരു 5 ശിഷ്ടം 2/5. അപ്പോൾ എന്ത് കിട്ടി? X 1/2/5. എന്താ X പറഞ്ഞാൽ? തുല്യമായ വശം എത്രയാണ്? ഉത്തരം കിട്ടിയത് 1/2/5.